ശ്രീ എൻ ശ്രീകുമാർ, ഈ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് പ്രധാന ഘടകമെങ്കിൽ അത് തെളിയിക്കേണ്ടി വരും എന്ന് പറയുന്നത് മാത്യു കുഴൽനാടനാണ്. അങ്ങനെ പറയാൻ ഉള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് മുകളിൽ നിന്ന് കൊടുത്ത ധൈര്യമായിരിക്കണമല്ലോ. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വി.ഡി. സതീശനാകുമോ എന്ന ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. അങ്ങനെയല്ല, സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നതിൽ അപ്പുറത്ത് കെ.സി. വേണുഗോപാലിന് പ്രധാന പങ്കുണ്ട്. അപ്പോൾ കെ.സി. തീരുമാനിക്കും ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ആർക്കാകും ഭൂരിപക്ഷം എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണോ? അപ്പോൾ അങ്ങനെ മാത്യു കുഴൽനാടൻ പറഞ്ഞതിനെ അങ്ങ് എങ്ങനെ കാണുന്നു ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഇത് കോൺഗ്രസ് ആണ് പാർട്ടി. കോൺഗ്രസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നേതാക്കൾക്കും അവരുടേതായൊരു പവർ പൊളിറ്റിക്സ് അവർ കളിക്കും. അപ്പോൾ അക്കാര്യത്തിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി താല്പര്യം പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ അവർ ചിലപ്പോൾ പരസ്യമായി പ്രതികരിച്ചെന്നിരിക്കും. ഇന്ന് KPCC വൈസ് പ്രസിഡൻ്റാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ KPCC വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് ഈ ചാനൽ ആക്ടിവിസം വളരെ സജീവമായി നിൽക്കുന്ന കാലത്ത് ഈ പറയുന്ന നേതാക്കളാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഏത് രീതിയിലാണ് പ്രവർത്തകരും ജനങ്ങളും എടുക്കുക എന്നുള്ളത്. അത് വേറൊരു വശമാണ്. ഇവിടെ എറണാകുളത്തെ സ്ഥാനാർത്ഥികളുടെ ജാതി മതമൊന്നും ഇവിടെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ പറഞ്ഞ ന്യായീകരണമൊന്നും അല്ല സത്യത്തിൽ. അത് എറണാകുളത്തുള്ളവർക്ക് അറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല, എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്നുള്ളത്. ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നമ്മളിവിടെ പറഞ്ഞൊന്നും അല്ല യാഥാർത്ഥ്യം. അതോടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. ഇവിടെ സ്മൃതി ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച്. പാർലമെൻ്ററിയിലെ പാർട്ടിയിലത്തെ ഭൂരിപക്ഷം ചില ഘട്ടങ്ങളിൽ അനിവാര്യമാണ്, ചില ഘട്ടങ്ങളിൽ അത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കും. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ മേയറെക്കുറിച്ചാണല്ലോ ചർച്ച. ഇവിടെ മിനിമോൾ എന്ന മേയർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ നമ്മുടെ CPIയുടെ പ്രമുഖയായ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി അവരെ ശ്ലാഘിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. റിപ്പോർട്ടർ ചാനലൊക്കെ അത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മിനിമോളെക്കുറിച്ച് അവർക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മേയറായിട്ട് വരുമ്പോഴല്ലേ കാര്യം അറിയുക. ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രനെ മേയറായിട്ട് കൊണ്ടുവരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദ ഹിന്ദു പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ വലിയൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. വളരെ അപൂർവമായിട്ടാണല്ലോ ഹിന്ദുവിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ ഒരു ഫീച്ചർ വരിക. ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചു? അവിടെ BJP അല്ലേ അവിടെ കേവല ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നേടിയത്. അപ്പോൾ അതൊന്നുമല്ല രാഷ്ട്രീയത്തിൽ വിഷയം, അതൊന്നുമല്ല. നന്നായി ഭരിക്കുക എന്നുള്ളതാണ്. അത് മിനിമോൾ നന്നായി ഭരിച്ചു കാണിക്കുമ്പോൾ അത് മറ്റു കാര്യം. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്. ദീപ്തി മേരി വർഗീസ് പറഞ്ഞിട്ടില്ല അവരാണ് മേയറെന്ന്. സോഷ്യൽ മീഡിയ അവരാണ് മേയറെന്ന് പറഞ്ഞു. ചാനൽ നമ്മുടെ ലേഖകരും പറഞ്ഞു. ഇപ്പോൾ തൃശ്ശൂർ ഞാൻ പറയാം, ഇന്നത്തെ ചാനൽ വാർത്തകളാണ്. അവിടെ ഒരു ശ്രീമതി ലാലി ജെയിംസ് എന്നുള്ള ഒരു വനിതാ കൗൺസിലറുണ്ട്. അവരെ മേയറാക്കണമെന്ന് കൗൺസിലർമാർ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇന്നൊരു യോഗമേ നടന്നിട്ടില്ല. അവിടെ മിനിഞ്ഞാന്നാണ് യോഗം നടന്നത്. ആ യോഗത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്? ചാനൽ ലേഖകരുടെ ഒരു ആക്ടിവിസമാണത്. അതുമാത്രമല്ല, ഒരു ബന്ധവുമില്ലാത്ത 3 വനിതാ കൗൺസിലർമാരുടെ പേര് നിരന്തരം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു. എന്താ കാരണം എന്നറിയാമോ? അവർ 3 പേരും നായർ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു നായർ സമുദായത്തിൽപ്പെട്ടവരാണ് തൃശ്ശൂർ മേയർ. പിന്നെ അവരുടെ 3 പേരുടെ പേരായി. അവർ തന്നെ ഞെട്ടിപ്പോയി. പുറത്തു വരാൻ പോകുന്ന പേരൊക്കെ പാർട്ടി തീരുമാനിക്കാതെ അവിടെ നിൽക്കട്ടെ. പിന്നെ വേറെ ഇവിടെ സജീവം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്തസ്സോടെ തീരുമാനിക്കാൻ പറ്റിയില്ല എന്ന്. അന്തസ്സോടെ തീരുമാനിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് 2 3 നേതാക്കളാണ് അഭിപ്രായം പറഞ്ഞത്. തെരുവിലല്ല പ്രശ്നം ഉണ്ടായത്. തെരുവിലാരും പന്തം കൊളുത്തിയില്ല. തെരുവിലാരും ഡിവിഷനിലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രകടനം നടത്തിയില്ല. ആ സെമി കേഡർ സ്വഭാവം ഇന്ന് കോൺഗ്രസ്സിലുണ്ട്. അതുപോലെയാണോ അപ്പുറത്ത്? ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, എന്തൊരു ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. എന്തുകൊണ്ട് തോറ്റു എന്നതിന് പകരം ശ്രീ സജീവൻ ഇവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 1000 രൂപ. അതാണ് പ്രശ്നം. ഈ ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ CPMൻ്റെ മുഖപത്രത്തിൻ്റെ 1ാമത്തെ പേജിലൊരു പടമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇലക്ഷൻ കാലത്ത് കൊടുക്കുന്ന പടം. ഏതെങ്കിലും ഒരു അമ്മൂമ്മയോ ഒരു സ്ത്രീയോ ഒരു വീട്ടമ്മയോ നോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന പടമാണ്, ചീട്ടിങ്ങനെ പിടിക്കുന്ന പോലെ. അപ്പോൾ നോട്ട് എണ്ണുമ്പോൾ ഈ പടം ഇവർ എന്തിനാണ് കൊടുക്കുന്നത്? നോട്ടാണ് വോട്ടറെ കീശയിലാക്കാൻ എന്നുള്ളതിൻ്റെ സൂചനയല്ലേ? ഇന്നലത്തെയാണോ മിനിഞ്ഞാന്നത്തെയാണോ CPMൻ്റെ മുഖപത്രം എടുത്തു നോക്കിയപ്പോൾ തന്നെയാണ് ആ പടം കാണാം.
അപ്പോൾ ഇവിടെ സജീവൻ പറയുമ്പോൾ സജീവനെ പോലെയുള്ള CPM അനുകൂലികളെന്ന് പറയുമ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് വോട്ട് മേടിക്കാൻ പറ്റില്ലെന്ന് കേരളത്തിലെ വീട്ടമ്മമാർ ഇപ്പോൾ തെളിയിച്ചു തന്നല്ലോ. അതുകൊണ്ടാണല്ലോ MM മണി പറഞ്ഞത് കാശ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇട്ട് വെച്ചെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് തിരുത്തി എന്നാണ് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞാൻ വിചാരിച്ചത് വളരെ വ്യക്തമായ ഉത്തരം ഏതെങ്കിലും ഒന്നിന് കിട്ടുന്നതാണ്. അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഒരു ബന്ധം, ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ എത്ര കാലമായിട്ട് നമ്മൾ കാണുന്നതാ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം 5 മണിക്കാണോ ഫോട്ടോ കാണുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പടം എടുത്ത് പ്രസംഗിക്കരുത്. അദ്ദേഹം പറയണം. അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, പത്മകുമാർ എന്തുകൊണ്ട് ജയിലിൽ കിടക്കുന്നു, നിങ്ങൾ എന്താ തീരുമാനിക്കാത്തത്? അത് ഞാനല്ല പറയേണ്ടതെന്ന്. പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി മറ്റു പല കാര്യങ്ങളിലും പാർട്ടിയിലത്തെ കാര്യങ്ങൾ പറയുന്ന മുഖ്യമന്ത്രി ഇന്ന് പറയാ അക്കാര്യം ഞാനല്ല പറയണ്ടേ, പിന്നെ ആരാ പറയേണ്ടത്? അതുകൂടെ ഒന്ന് പറയണ്ടേ? പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി പറയണ്ടേ? അത് പറഞ്ഞില്ല. ഇനി അതൊക്കെ പോട്ടെ, അത് CPMൻ്റെ വിഷയം. പിന്നെ അത് കൂടാതെ ഇവിടെ ശ്രീ ലാൽകുമാർ പറഞ്ഞല്ലോ, അതായത് ഈ നമ്മുടെ ഈ സമുദായത്തിൻ്റെ കാര്യം, ഈ നായർ സമുദായത്തിൻ്റെ പിന്തുണ അയ്യപ്പ സംഘം നടത്തിയപ്പോൾ കിട്ടിയതാർക്കാ? SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റിയത് ഇന്ന് ന്യായീകരിച്ചില്ലേ നമ്മുടെ മുഖ്യമന്ത്രി? അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ രൂക്ഷമായ രീതിയിൽ റിപ്പോർട്ടർ ചാനൽ അടക്കം ചർച്ച ചെയ്തപ്പം അവിടെ പോയിട്ട് പൊന്നാട് കൊടുത്തില്ലേ മുഖ്യമന്ത്രി? അപ്പം ആരെക്കുറിച്ചാണ് ഈ ശ്രീ അഡ്വക്കേറ്റ് ലാലെ ഈ പറയുന്നത്? നിങ്ങൾ നോക്കൂ, കോൺഗ്രസ്സിൽ ഒരു മതേതര മുഖമുണ്ടെന്നുള്ള നിലപാടാണ്. ആ നിലപാട് ഇവിടെ ഉണ്ട്. അത് VD സതീശൻ്റെ കൂടെ ഒരു നിലപാടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ നിലപാടിനാണ് ഇന്ന് വോട്ട് കിട്ടിയത് കേരളത്തിൽ. അത് മനസ്സിലാക്കുക. ഒരു നിലപാടില്ലാത്തൊരു പാർട്ടി ഏത് കാര്യത്തിൽ PM-ശ്രീ പദ്ധതിയാണ്, അതത് സ്വന്തം കാര്യത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, നയങ്ങളുടെ കാര്യത്തിൽ, ലേബർ കോഡിൻ്റെ കാര്യത്തിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ഏത് കാര്യത്തിലാണ് ഒരു നിലപാടുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതല്ലാതെ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിലെ ഈ കൊച്ചി മേയറുടെ ഈ കല്ലുകടി, അതും കൂടെ ഞാൻ പറഞ്ഞു. അവനവനിസം എന്ന് പറഞ്ഞ പിന്നെ കല്ലുകടി എന്ന് കൂടി പറഞ്ഞു. കല്ലുകടിക്ക് എങ്ങനെയാ? കഞ്ഞി കുടിക്കുമ്പോൾ കല്ല് കടിക്കുമ്പോൾ ആ കല്ലെടുത്ത് പുറത്തിട്ട് ബാക്കി കഞ്ഞിങ് കുടിക്കും, സ്വാദോട് കുടിക്കും. അതുപോലാണ് ഇനി വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നത് എന്താ അറിയോ? 7 ജില്ലാ പഞ്ചായത്തുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് അതാണ് കാര്യം എന്ന് പറയുന്നില്ലേ. ഈ 14 ജില്ലാ പഞ്ചായത്തിൽ 7 UDF-നുള്ളൂ. പക്ഷെ 198 ഡിവിഷൻ അംഗങ്ങളുണ്ട്. CPM-ന് 148 150 കണ്ടേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പൊ കാലം മാറി. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. നിസ്സാര വോട്ടല്ല, ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അതാണല്ലോ 25 ലക്ഷം വോട്ടർമാർ പുറത്തു പോയപ്പോൾ കോൺഗ്രസ് നോക്കിക്കോളൂ. അത് വലിയ കാര്യമായിട്ട് എടുക്കും. CPM-നെ സംബന്ധിച്ചത് പ്രശ്നമല്ല. കാരണം BJP തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം രസാവഹമായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇത് കൊച്ചിയിലത്തെ കാര്യം നിസ്സാരമാണ്, ആ സംശയമുണ്ട്. പക്ഷേ അതിപ്പോ ഒരു കല്ലുകടിയായി മാറി. പക്ഷേ ശാശ്വതമായ അസ്വസ്ഥത രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ താൽക്കാലികമാണ് എല്ലാം. സജീവനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഊഴമാണ്. ഇടവേളയ്ക്ക് ശേഷം സജീവനിലേക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.